മസ്കത്തിൽ നടന്ന അന്താരാഷ്ട്ര മിലാദ് കോൺഫറൻസിലാണ് സൗദിയിൽ ഹുറൂബായവർക്ക് തിരിച്ചുവരാൻ ഉത്തരവുണ്ടായെന്ന് കാന്തപുരം അവകാശപ്പെട്ടത്. മക്ക അമീറായിരുന്ന ഇപ്പോഴത്തെ സൗദി മന്ത്രി ഖാലിദ് ഫൈസലിനെ പ്രശ്നം ബോധ്യപ്പെടുത്തിയപ്പോൾ ഉടൻ നടപടിയുണ്ടായി. ഇത്തരത്തിൽ പ്രവാസികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ കഅബയും മദീനയുമുള്ള നാടല്ലേ ഇത്. ഇവിടെ ഒരു മുസ്ലിം പിന്നെ കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിയമപരമായി അവർ വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും ഇവിടേക്ക് കടക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ നിയമം അന്ന് തന്നെ അവിടെ പാസ്സാക്കി കൊടുത്തു. ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ല. തിരുകേശത്തിന് പിന്നാലെ പ്രവാചകന്റെ പാനപാത്രവും വിവാദമാക്കാൻ ചില സംഘടനകളും മാധ്യമങ്ങളും ശ്രമിക്കുകയാണ്. കഅബയ്ക്ക് സമീപത്തെ മക്കാമുൽ ഇബ്രാഹിമിനേക്കാൾ 1000 മടങ്ങ് മഹത്വമുണ്ട് പാനപാത്രത്തിനെന്ന് കാന്തപുരം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലുകൊണ്ട് ചവിട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് അത് വലിയ മഖാം, അതിന് മഹത്വമുണ്ട്. അതിനേക്കാൾ എത്ര ആയിരം ഇരട്ടി അല്ലാഹുവിന്റെ ഹബീബ് കുടിച്ച പാത്രത്തിന് ഉണ്ട്. വല്ല സംശയവും ഉണ്ടോ ആർക്കെങ്കിലും? മിലാദ് സമ്മേളനം ഈജിപ്തിലെ ഷെയ്ഖ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ബുർദ പാരായണം സമ്മേളനത്തെ വ്യത്യസ്തമാക്കി. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.